എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഒരു ജലദോഷത്തിന്റെയും ചുമയുടെയൊക്കെ ഒരു സീസൺ ആണല്ലോ. അപ്പം ഇത് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ട്രീറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസ് ആണ് ഞാനിപ്പം ഈ അടുത്തായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ മനസ്സിലാവും. പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഇറക്കി. ഒന്ന് സോക്സ് എങ്ങനെ ധരിപ്പിക്കണം എന്നുള്ളതും, 2 വീട്ടിൽ തന്നെ ചുമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള റെമഡി എന്താണെന്നുള്ളതും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബേബി റബ്ബിനെ കുറിച്ചിട്ടാണ്. അപ്പം ബേബി റബ്ബിനെ കുറിച്ച് എനിക്ക് എൻക്വയറി വരാൻ തന്നെ കാരണം നമ്മുടെ സോക്സ് ധരിപ്പിക്കുമ്പോൾ ബേബി റബ്ബ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ബേബി റബ്ബ് എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് ഞാനൊന്ന് മെൻഷൻ ചെയ്തപ്പോഴാണ് പലരും ചോദിക്കുന്നത് ബേബി റബ്ബ് എന്താണ്, ബേബി റബ്ബിനെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ ബേബി റബ്ബ് എങ്ങനെ ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ, ബേബി റബ്ബ് കുട്ടികൾക്ക് ഉപയോഗിക്കാം, അവർക്ക് സേഫ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു. സോ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ബേബി റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നോർമലി കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വിക്സ് എന്ന് പറയുമ്പം വാപ്പോറബാണ് അറിയാവുന്നത്. ഈ ഒരു സംഭവമാണ് നമുക്കറിയാവുന്നത്. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ആ റൗണ്ടുള്ള കുഞ്ഞുള്ളത് റൗണ്ടിൽ ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മനസ്സിൽ വിക്സ് എന്ന് പറയുമ്പോൾ ഈ വാപ്പോറബാണ് നമ്മുടെ ഉള്ളോട്ട് വരുന്നത്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഇതല്ല. ഇത് നമ്മൾ മുതിർന്നവർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട സംഭവമാണ്. ഈ ഒരു വിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു സംഭവം വാപ്പോറബ് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത് ഇതാണ്. ഞാൻ ഈ പിക്ചർ കാണിച്ചു തരാം. ബേബി റബ്ബ് എന്ന് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളത് മാത്രമേ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കാവുള്ളൂ. തികച്ചും അത് സേഫ് ആണ്. കാരണം അത് അലോവേര ജെല്ലും നമ്മുടെ കോക്കനട്ട് ഓയിലും പിന്നെ സ്മെല്ലിന് വേണ്ടി ലാവൻഡർ ഓയിൽ അങ്ങനെ എന്തൊക്കെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മാത്രം ഉള്ള ഒരു അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജെല്ലാണ് നമ്മുടെ ഈ ഒരു ബേബി റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിക്സിന്റെ മാത്രം ബ്രാൻഡ് അല്ല ഉള്ളത്. വിക്സിന്റെ ബേബി റബ്ബ് ഉണ്ട്. അതുപോലെ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചത് വിക്സിന്റെ ബേബി റബ്ബാണ് കേട്ടോ. അത് തീർന്നു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഇതാണ് കിട്ടിയത്. ഇത് ഒരു സ്നഫിൽ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു ജെല്ലാണ്. നമ്മുടെ വിക്സ് ബ്രാൻഡിന്റെ പോലെ തന്നെ, അതായത് ഫോർ ക്ലിയർ ആൻഡ് ഈസി ബ്രീത്തിങ്ങിനാണ് ഇതും ഉള്ളത്. സ്നഫിൽ ബേബി ഇത് പിന്നെ മാമായർത്തിന്റെ ഉണ്ട്. നമ്മുടെ വിക്സ് പോലെ തന്നെ ബേബി റബ്ബ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മാമായർത്തിന്റെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാന്ന് വെച്ചാൽ വാങ്ങാം. എനിക്കറിയാവുന്ന ബ്രാൻഡുകളുടെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പം ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതാണ് കുറെ ആളുകളുടെ സംശയം. കുട്ടികൾക്ക് ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. തീർച്ചയായും ഇത് കുട്ടികൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുതിർന്നവർക്കുള്ളതാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കുട്ടികൾക്ക് എന്ത് കാര്യം, ക്രീം ആയിക്കോട്ടെ, ലോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് ഇപ്പം ടൂത്ത് പേസ്റ്റ് ആയിക്കോട്ടെ, ടൂത്ത് ബ്രഷ് ആയിക്കോട്ടെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമേ നമ്മൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളത് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് തീർച്ചയായും സേഫാണ്. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ചാലുള്ള ബെനഫിറ്റ് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയാം. നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് നമ്മൾ കോൾഡും കഫൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം നോർമലി അവരുടെ മൂക്ക് ബ്ലോക്ക് ആവും. അങ്ങനെ അവർക്ക് ബ്രീത്തിങ്ങിന്റെ ഒരു ഇഷ്യൂസ് വരും. കാരണം മ്യൂക്കസ് ഒക്കെ നിറഞ്ഞിട്ട് അവരുടെ ലങ്സിന്റെ അവിടെ ബ്രീത്തിങ്ങിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളും വരും. ചില കുട്ടികൾക്ക് ചെറുതായിട്ട് വരും, ചില കുട്ടികൾക്ക് നല്ല അധികമായിട്ട് തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് വരാറുണ്ട്. അത് വീസിങ് പോലെ തന്നെ വരാറുണ്ട്. അപ്പം ഇവർക്ക് എന്താവും, നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ ഈ ജലദോഷങ്ങളും കാര്യങ്ങളും വരാൻ നേരത്ത് നമുക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല. രാത്രി സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഈ മൂക്കൊക്കെ അടഞ്ഞിട്ട് ശ്വാസം പിന്നെ വായിക്കൂടെ എടുക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അല്ല, അപ്പോൾ കുട്ടികൾ ഭയങ്കര സ്ക്രീമി ആയിരിക്കും. അവരെ വഴക്കുണ്ടാക്കിയോണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും, ഉറക്കമില്ലാത്ത ദിനങ്ങളായിരിക്കും അവർക്ക് ഈ ജലദോഷം ഈ ചുമയൊക്കെ വരുന്ന സമയത്ത്. അപ്പൊ നമ്മള് ആ മൂക്ക് ഓപ്പൺ ആക്കാൻ, അടഞ്ഞിരിക്കുന്ന അവരുടെ നോസ് ഓപ്പൺ ആവാൻ, അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കുന്ന അവരുടെ ലങ്സിന്റെ ഭാഗം ഒന്ന് ഓപ്പണായി ഒന്ന് സൂത്തനിങ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേബി റബ്ബ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചാലുള്ള ഗുണം ഇതാണ്. അതായത് അടഞ്ഞിരിക്കുന്ന അവരുടെ മൂക്ക് ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ ലങ്സിൽ മ്യൂക്കസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതെല്ലാം കൂടെ അതൊന്ന് കുറച്ചൊന്ന് ഓപ്പൺ ആയി കുട്ടികൾക്ക് നല്ലപോലെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല സുഖമായിട്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങളാണല്ലോ. അതൊന്ന് മാറി അവർക്ക് നന്നായി ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ മോൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കോൾഡൊക്കെ വരുന്ന സമയത്ത്, ജലദോഷമൊക്കെ വരുന്ന സമയത്ത്
എപ്പോഴും രാത്രി എണീറ്റിരുന്ന് കരച്ചിൽ തന്നെയായിരിക്കും കുട്ടി. അതായത് മോന് ഉറങ്ങാൻ പറ്റാണ്ട് ശരിക്കും വായി കൂടി ആയിരിക്കും പിന്നെ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടും കാരണം അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഒബിയസ്ലി നമ്മൾക്കും ഉറക്കം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നല്ല പോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട മെയിനായിട്ടുള്ള മാറ്റം. ഇത് അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 3 മാസം തൊട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. 3 മാസത്തിൽ താഴെ ജനിച്ച പാടുള്ള കുട്ടികൾ, 1 മാസം 2 മാസം അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കണേ തന്നെ അതിൽ ഡോക്ടേഴ്സിന്റെ സജഷനോട് കൂടി മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. നോർമലി ഇവർ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ ബോട്ടിലാണെങ്കിൽ തന്നെ ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് 3 മാസമാണ്, ഫ്രം 3 months അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബേബി റബിനകത്തും കൊടുത്തിട്ടുണ്ട് 3 months തൊട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം 3 മാസമുള്ള കുട്ടികളൊക്കെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി എങ്ങനെ ഇത് ഉപയോഗിക്കണം? ഇത് എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണ്, അതായത് പുറത്തു മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ വിക്സ്, ഈ വലിയ വിക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ജലദോഷം ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മൂക്കിൽ വലിക്കും പോലെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ മൂക്കിൽ വലിക്കാൻ ശ്വസിക്കാൻ നിങ്ങൾ ഇത് കൊടുക്കരുത്. ഇത് എക്സ്റ്റേണൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് ഇവരുടെ ചെസ്റ്റ്, ഇവരുടെ ബാക്ക്, കൈയിൻ്റെ ഉള്ളിൽ, കാൽപാദത്തിൻ്റെ ഉള്ളിൽ. ഞാൻ സോക്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ രീതി, അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ചെസ്റ്റിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെസ്റ്റിൽ നമ്മളിത് ഉപയോഗിക്കുമ്പം ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ, ഇപ്പോൾ ചെറിയ 3 മാസമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് അവരുടെ ചെസ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതായത് നമ്മൾ ഈ ഒരു കൈ തമ്മിൽ ഇങ്ങനെ നമ്മൾ ഉരസുമ്പോൾ നമ്മുടെ കൈക്ക് കുറച്ച് നേരം ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ചൂട് വരത്തില്ലേ, ആ കൈയുടെ ആ ഒരു ചൂട് കിട്ടാൻ പാകത്തിന് നമ്മൾ മസാജ് ചെയ്ത് ഒരു ചെറു ചൂടോടുകൂടി നമ്മളതിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് മസാജ് ചെയ്ത് അവിടെ എങ്ങ് വിട്ടേക്കുക. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ധരിപ്പിച്ചൊക്കെ കിടത്താം. പിന്നെ പുറകിലാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ബാക്ക് വശത്ത് ഈ പുറം ഭാഗത്താണ് ഇങ്ങനെ മസാജ് ചെയ്ത് അവിടെയും ഇതുപോലെ ചെറു ചൂട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ആ ഒരു ചൂട് വരാൻ പാകത്തിന് നമ്മൾ മസാജ് ചെയ്ത് അവിടെ വെച്ചിരിക്കാം. കൈവെള്ളയുടെ ഉള്ളിലും നമ്മൾ ഇവിടെ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വിരലുകൊണ്ട് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് അവിടെയും ചൂടാക്കുക. ഇവിടെ അങ്ങനെ തന്നെ കാൽപാദത്തിന്റെ ഉള്ളിലും അങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ സോക്സ് ധരിപ്പിക്കാനാണെങ്കിലും. കയ്യിൽ ഗ്ലൗസ് ധരിപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾ ഗ്ലൗസ് ധരിക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഗ്ലൗസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മക്കള് സ്വന്തം ഈ ഗ്ലൗ ഒക്കെ ഊരിക്കളയാൻ പാകത്തിനുള്ള പ്രായമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈ വായിൽ വെക്കുന്ന ടെൻഡൻസി ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ കൈവെള്ള ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എൻ്റെ മോന് ഞാൻ കൈവെള്ള ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. കാരണം അവനത് വായിൽ വെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അത് വായിൽ പോകുന്നത് നല്ലതല്ല. അപ്പം അതുകൊണ്ടാണ് കൈവെള്ളയിൽ കുട്ടികൾ വായിൽ വെക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൈ ഒഴിവാക്കുക. നമുക്ക് ഈ കാലും ചെസ്റ്റും ധാരാളമാണ്. ഞാൻ എപ്പോഴും കൂടുതലായിട്ടും ചെസ്റ്റിലും കാലിൻ്റെ ഉള്ളിലുമാണ് ഞാൻ തൂത്ത് കൊടുക്കാറുള്ളത്. എന്നിട്ട് ഇത് മസാജ് ചെയ്ത് കുട്ടികളെ കിടത്തി കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളുടെ നോസ് ഓപ്പണായി അവരത് നന്നായി കിടന്ന് ഉറങ്ങുന്നത്, അവർക്ക് തന്നെ അവരൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയാൽ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. അപ്പം ഈ ബേബി റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എന്താ പറയുക, കുട്ടികൾക്ക് സേഫ് ആണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നവരോട്. കാരണം ഈ ബേബി റബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലാത്ത ഒരുപാടുണ്ട്, ഈ ആൾക്കാരുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയില്ലാത്തവരുണ്ട്. അപ്പം അവരോടൊക്കെ ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ബേബി റബ്ബ് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് 100% സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് കുട്ടികൾക്ക് ഈ കോൾഡും കഫും അവരുടെ ബ്രീത്തിങ് ഒന്ന് നോർമൽ ആകാൻ വേണ്ടി, നോസൊക്കെ നോർമൽ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ ഒരു ബേബി റബ്ബ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് വാങ്ങാൻ നേരത്ത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൃത്യമായി നമ്മൾ നോക്കിയിരിക്കണം. ഇത് ഡേറ്റ് ചില പ്രൊഡക്റ്റ് എക്സ്പയർ ആയതും ചില ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എക്സ്പയർ ആയത് നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത്, അത് ശ്രദ്ധിച്ചോളുക. ഡേറ്റ് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. രണ്ടാമത്തെ കാര്യം ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ മൂക്കിൽ അവരെ വലിപ്പിക്കരുത്. മൂക്കിൻ്റെ ഉള്ളിലോട്ട് പോയത് ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണെന്നുള്ളത്. സോ നിങ്ങൾ മൂക്കിൽ വലിപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികളാണ്, അതിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് സ്കിന്നിൽ അലർജി കാണിക്കുന്നത്, ഇപ്പോൾ സ്കിൻ അലർജി ഒക്കെയുള്ള കുട്ടികളില്ലേ, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇത് നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കണ്ട. അതായത് നമ്മൾ ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് ഇത് ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതായത് നോർമൽ സ്കിന്നുള്ള കുട്ടികളാണെങ്കിൽ ഒരു പ്രശ്നമില്ല. സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ അലർജി ഒക്കെ പെട്ടെന്ന് അലർജി വരുന്ന സ്കിന്നുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിലാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ്, കാരണം ഇത് സ്കിന്നിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ, അല്ലാതെ അവർ ഡ്രസ്സിലോട്ടല്ല, സ്കിന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്കിന്നിൽ ഈ വിക്സിന്റെ ബേബി റബിൽ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും കണ്ടന്റ് അവർക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാക്കുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള കുട്ടികൾ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതൊന്ന് ഡോക്ടറോട് ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്താൽ മതി. ഇനി 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും 3 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഇവർ പോലും പറയുന്നില്ല 3 മാസത്തിൽ താഴെ കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. ഇനി അങ്ങനെ ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർ സ്വയം റിസ്ക് എടുത്ത് ഒരിക്കലും ഒരു 3 മാസമുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കരുത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബേബി റബ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ബേബി റബ് എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായി എന്നും കരുതുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ജലദോഷവും ചുമയൊക്കെ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബേബി റബ് എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുക. ബേബി റബ് തന്നെ ആയിരിക്കണം. മുതിർന്നവർക്കുള്ള വാപ്പർ റബ് നിങ്ങൾ വാങ്ങരുത്. വിക്സിന്റെ തന്നെ ബ്രാൻഡ് വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് മാമർത്തിന്റെയോ അല്ലെങ്കിൽ സ്നാഫിൽ ബേബിയോ നിങ്ങൾക്ക് നല്ല ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം, ഒരു കുഴപ്പമില്ല. ഇതിന്റെ എല്ലാം ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലപോലെ ബ്രീത്ത് ചെയ്യാനും അല്ലെങ്കിൽ നോസ് ഓപ്പൺ ആവാനും വേണ്ടി മാത്രം സഹായിക്കുന്ന ഒന്നാണ്. എക്സ്റ്റേണൽ യൂസ് ഓൺലി ആണ്, അതും ശ്രദ്ധിച്ചോളുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.